തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വളരെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാൻ തുടങ്ങിയതാണ് CPM അടിമുടി മാറാൻ പോകുന്നു. അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായി ദിനവും അല്ലെങ്കിൽ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു വാർത്തയാണ് CPM അടിമുടി മാറാൻ പോകുന്നു. CPM അടിമുടി മാറാൻ പോകുന്നു എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ അടുത്ത് പോയി CPM-ന് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് തിരക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും CPM ഇത് കഴിഞ്ഞ ദിവസവും പറയുന്നു CPM അടിമുടി മാറാൻ പോകുന്നു. പക്ഷേ പിണറായി വിജയനും MP ഗോവിന്ദനും മാറുന്നില്ല. പിന്നെ എന്ത് മാറ്റമാണ് CPM-ൽ ഉണ്ടാകാൻ പോകുന്നത്? CPM-ന് അടിമുടി മാറണമെങ്കിൽ പിണറായി വിജയനും MP ഗോവിന്ദനും മാറിയാൽ മാത്രം പോരാ. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ ഒരാളുടെ പേര് മാത്രം വെച്ച് പ്രചരണം നടത്തിയത് തെറ്റായിരുന്നു. രേഖയാണ് നമ്മൾ പുറത്തു വന്നിട്ടുള്ള രേഖ അനുസരിച്ച് ഈ CC സെൻട്രൽ കമ്മിറ്റി പുറത്തുവിട്ട അല്ലെങ്കിൽ തിരുത്തി പുറത്തു വന്ന രേഖ വിപുലമായ സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യാൻ പോകുന്ന രേഖ. അതിലാരാ കുറ്റക്കാരൻ? അതുപോലെ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് അല്ല സംസ്ഥാന കമ്മിറ്റിക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അതിലാരാണ് ഉത്തരവാദികൾ? വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിഷയങ്ങൾ ആരാണ് വെള്ളാപ്പള്ളി നടേശനെ പ്രൊട്ടക്ട് ചെയ്തത്? ശബരിമല അയ്യപ്പ സംഗമവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളും പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിച്ചത് ആരാണ് അതിന് ഉത്തരവാദി? ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഏറ്റവും കൂടുതൽ പ്രശാന്തിനെ അറസ്റ്റ് ചെയ്തു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് 3 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും കൊള്ളയിൽ പങ്കിടുന്നു. ഇപ്പൊ CPM-കാരും മിണ്ടുന്നില്ല. പ്രശാന്ത് മാത്രമേ പറയുന്നുള്ളൂ രാഷ്ട്രീയ വേറാരും പറയുന്നില്ല. ഇതിനാരാ കുറ്റക്കാരൻ? ഇവിടുത്തെ ജനകീയ സമരങ്ങളോട് നേരിട്ട രീതി തെറ്റാണെന്ന് കോക്രോച്ചിന്റെ സമരം കാണുമ്പോഴെങ്കിലും തോന്നണ്ടേ ഇങ്ങനെയല്ല നേരിടേണ്ടതെന്ന്? മോഡി നേരിട്ട് അതേ രീതിയിലല്ലേ ഇപ്പൊ ഇവിടെ മുമ്പിൽ നേരിട്ട്? ഞാൻ പറഞ്ഞു വന്നത് ഏത് ജനകീയ വിഷയങ്ങളിലാണ് ഇവർക്ക് തിരുത്താൻ കഴിയും? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ ഒരു പ്രധാന വിഷയം തന്നെയാണ്. പിണറായി വിജയൻ എന്ന മുഖം മുൻനിർത്തി ഇത്രയും വലിയ ബഹളം ഉണ്ടാക്കിയിട്ട് ഇത്രയും PR പണം ചെലവാക്കിയിട്ട് പരാജയപ്പെട്ടുവെങ്കിൽ എത്ര വെറുപ്പ് ജനങ്ങൾക്ക് ഇദ്ദേഹത്തോടുണ്ട്. വ്യക്തിപരമായ വെറുപ്പല്ല. ഇവര് കണക്കാക്കുന്നത് പിണറായി വിജയനോട് ദേഷ്യം, MP ഗോവിന്ദനോട് ദേഷ്യമല്ല, അവരുടെ നയങ്ങളോടാണ് ദേഷ്യം. ഏത് നയങ്ങളാണ് തിരുത്താൻ പോകുന്നത്? ഇനിയിപ്പോ തിരുത്തിയിട്ട് കാര്യമില്ല. യോഗി ആദിത്യനാഥിനെ വായിക്കരുതായിരുന്നു പറഞ്ഞാല് വെള്ളാപ്പള്ളി നടേശനെ കാൽ കയറ്റരുതായിരുന്നു, അല്ലെങ്കിൽ സമരങ്ങളെ ഇങ്ങനെ നേരിടാൻ പാടില്ലായിരുന്നു. ഇതൊക്കെ ഇനി പറഞ്ഞതായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടപടി എടുക്കണമായിരുന്നു. കാരണം ഇനി തിരുത്താൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. കയ്യിൽ ഞങ്ങൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ കണ്ണൂരിലെ സ്ഥാനാർത്ഥികൾ തെറ്റായിരുന്നു. നിങ്ങൾ സ്ഥാനാർത്ഥി മാറ്റാൻ പറ്റും. ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ജയിച്ചു പോയി. കുഞ്ഞുകൃഷ്ണനും ഗോവിന്ദനും ജയിച്ചു പോയിട്ട് പിന്നെ എന്താ കാര്യം പറയട്ടെ? അപ്പൊ ഇനി എന്ത് തിരുത്താൻ ഒരു വരുത്താമാണ്? വേണമെങ്കിൽ ഇയാളെ മാറ്റി അയാളെ വെച്ചു. ഇപ്പൊ ഞാൻ കേൾക്കുന്ന ഒരു ഗംഭീര തിരുത്തു വരാമെന്നത് TP രാമകൃഷ്ണൻ ആരോഗ്യ കാര്യങ്ങൾ കഴിഞ്ഞാൽ ഈ രാജീവിനെ അവിടേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവിടെ എന്താ വ്യത്യാസം? ഇതിപ്പോ തിങ്കളാഴ്ചത്തെ മീറ്റിംഗ് വെള്ളിയാഴ്ച ആക്കിയത് വലത്തുകാലിലും വന്ന് ഇടതുകാലിലാക്കിയത് മാത്രമല്ല 2 കാലിലും മന്ത്രായി എന്ന് പറയുന്ന പോലെ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി തങ്ങൾ ചെയ്ത തെറ്റുകൾ 1, 2, 3, 4, 5 ഇത് തെറ്റായിരുന്നു എന്ന് പബ്ലിക്കിനോട് തുറന്ന് സമ്മതിക്കുന്നത് മുതൽക്ക് ചർച്ചയ്ക്ക് കാര്യമുള്ളൂ. ജനങ്ങൾക്ക് എന്താ താല്പര്യം? നമ്മൾ കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ നല്ല രസമാണ്. ഏതെങ്കിലും CPM നേതാക്കന്മാർ വന്ന് എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ 1000കണക്കിന് ആള് വന്നിട്ടാണ് പൊങ്കാലയാണ്. നിങ്ങൾക്ക് എവിടെയായിരുന്നു? സതീശനെതിരെ ഒരു വിമർശനം വരുമ്പോ ഒരു 50 വിമർശനം ഇവർക്കെതിരെ വരികയാണ്. 2 മാസമായ ഒരു സർക്കാരിനെതിരെ ഒന്ന് അടിച്ചു തകർക്കുകയാണ്. ഈ 10 കൊല്ലം എവിടെയായിരുന്നു? അതിന് ഏത് വിഷയത്തിലും ഇതിലൊക്കെ തന്നെ ഇവർക്കെതിരെ ഈ സാധനങ്ങൾ വരികയാണ്. PMC ആണെങ്കിലും ഇവൻ വൈദ്യുതി കട്ടാണെങ്കിലും ഇവർക്കെതിരെയാണ് വരുന്നത്. ദീർഘകാല കരാറെതിരെയാണ് റദ്ദാക്കി. അങ്ങനെ ഓരോ കാര്യവും ഈ കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ദുരന്തം ഏറ്റുവാങ്ങിക്കൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെന്റ് എന്നൊരു സംഗതിയാണ് സതീശൻ കിട്ടുന്നത്. ഞാൻ കിട്ടുന്ന കാണും പബ്ലിക്കിൽ. അതുകൊണ്ട് സതീശൻ അത് ചെയ്തു, സതീശൻ ഇത് ചെയ്തു എന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ 10 മണി നടത്തിയിട്ടോ പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. കാര്യമില്ലെന്ന് മാത്രമല്ല 10 കൊല്ലം ഭരിച്ചവർ 2 മാസം ഭരിച്ചവരെ തെറി പറയല്ലേ. അങ്ങനെ അതാണ് CPM പറഞ്ഞത്. ഞാൻ ശക്തമായ സമരങ്ങളിലേക്ക് പോകും. ഏത് സമരങ്ങളിലേക്ക് പോകും? ഒരു സമരം ചെയ്യാൻ പറ്റില്ല. പറയും സമരം ചെയ്താൽ തിരിച്ച് ഇവർക്ക് തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഞങ്ങൾക്ക് തെറ്റുപറ്റി ആരോടെ പറയണ്ടേ? പാർട്ടിയുടെ അകത്ത് പറയുക മാത്രമല്ല, പബ്ലിക്കിനോട് പറയും.
പബ്ലിക് ഔട്ട് ചെയ്യാതെ ജനങ്ങളോട് പറയാം 1, 2, 3 എന്ന് പറഞ്ഞ് തെറ്റുപറ്റി, ഞങ്ങൾ ഇനി ആ തെറ്റ് ആവർത്തിക്കില്ല, അതിന് ആ തെറ്റ് ചെയ്തവരെ ഞങ്ങൾ ശിക്ഷിക്കും. അതാണ് തെറ്റ് ആവർത്തിക്കാതിരിക്കാനുള്ള വഴി. തെറ്റ് ചെയ്തവരെ ഞങ്ങൾ മാറ്റി നിർത്തുന്നു. അപ്പൊ ഗോവിന്ദനും പിണറായി വിജയനും മാറാതെ എന്ത് തിരുത്തൽ വരുത്തിയാലും അതിന് വിശ്വാസ്യതയില്ല. അല്ല, അപ്പൊ ഇനി മറ്റൊരു ചോദ്യമുണ്ട്. അടിമുടി മാറാൻ പോകുന്ന CPM PS പ്രശാന്തിനെ സംരക്ഷിക്കുമോ, തള്ളി പറയുമോ? PS പ്രശാന്തിനെ മാത്രമല്ല, ഒരുപാട് പേരുണ്ട്. ഇപ്പോ പത്മകുമാറിന്റെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനം എടുത്തിട്ടില്ലല്ലോ, എഴുതല്ല. PS പ്രശാന്തിനും അതിനനുസരിച്ച് കുറ്റപത്രം കിട്ടും. പത്മകുമാറിനെ ഇനി വീണ്ടും ജയിലിടുമെന്ന് എനിക്കറിയില്ല. ഏതായാലും കുറ്റപത്രം കിട്ടും പത്മകുമാർ. ഇനി അങ്ങനെ കുറ്റപത്രം കിട്ടി ഇവരൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ ചെയ്യും. വീണ വിജയന്റെ വിഷയത്തിൽ പാർട്ടി എന്ത് തീരുമാനം എടുക്കുന്നു ചോദിക്കും. പിണറായി വിജയന് വേണ്ടിയാണ് പണം കൊടുത്തത് എന്ന് പറയുമ്പോൾ പാർട്ടി എന്ത് തീരുമാനം എടുക്കും? പാർട്ടിക്ക് എന്തായാലും മറുപടി പറയാൻ പറ്റും. പിണറായി വിജയൻ ഒരു കുഴപ്പം ചെയ്തിട്ടില്ല എന്ന സ്ഥിരം പരിപാടി എന്ന് പറയാൻ പോണെങ്കിൽ പിണറായി വിജയനെ മാറ്റി, MP ഗോവിന്ദനെ മാറ്റി, ഞങ്ങളിതാ വഴി പിഴപ്പിച്ചവരെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന് പറയാനുള്ള ആർജവം പാർട്ടിക്കുണ്ടോ എന്ന് പറഞ്ഞു. ആ ആർജവം ഇല്ലെങ്കിൽ തെറ്റുതിരുത്തൽ തമാശയാണ്, ജനങ്ങളെ കബളിപ്പിക്കലേ. രാമകൃഷ്ണനെ മാറ്റി രാജീവിനെ കൊണ്ടുവന്നിട്ടോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ ചുമതല വാസവന് പകരം വേറെ ആൾ കൊടുത്തിട്ടോ ഇതൊന്നും കാര്യമില്ല. ജില്ലകളുടെ ചുമതല മാറ്റി റിയാസിന് കോഴിക്കോട് ഉണ്ടായിരുന്നു, മലപ്പുറം, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആർക്കും വിരോധം, ആരോടെങ്കിലും നിങ്ങളുടെ നയങ്ങൾ, ഇതുവരെ പിന്തുടർന്ന നയങ്ങൾ, ഇപ്പൊ വിഴിഞ്ഞം പദ്ധതിയിൽ ചെയ്ത നയങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് MSC കമ്പനി ഷെയർ എടുക്കുന്നത് സത്യത്തിന് വിമർശിക്കാൻ പറ്റും. അപ്പൊ അക്കാലത്ത് ഏറ്റവും വലിയ വികസനം ഉയർത്തിക്കാട്ടിയ സാധനം, ആ വികസനത്തിന് ഇനിയിപ്പോ എങ്ങനെയാ, അന്ന് വികസനം ആയിരുന്നില്ല, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ് എന്ന് പറയാൻ പറ്റും. ദേശാഭിമാനിക്ക് തെറ്റ് പറ്റിയെന്ന് പറയാം, പക്ഷെ പാർട്ടിക്ക് തെറ്റ് പറ്റിയെന്ന് പറയാൻ പറ്റും. ദേശാഭിമാനി എഴുതിയ സാധനങ്ങൾ മാത്രം പറ്റില്ല ഇപ്പോ ഭരണപക്ഷം കൗണ്ടർ ചെയ്യും. എങ്ങനെ നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ചുരുക്കത്തിൽ അടിമുട്ടി മാറും എന്ന് പറയുന്നത് അടിമുട്ടി മാറില്ല. ഈ പണ്ട് പറയാറുണ്ട് അലകും പിടിയും മാറ്റി കത്തി. ഇപ്പൊ അലകും മാറ്റണില്ല, പിടിയും മാറ്റണില്ല, പിടിക്കുന്ന ആളെ മാറ്റാറുണ്ട്. അതുകൊണ്ട് കത്തി എന്ന് പറയുന്നത് ആ രൂപകം നമ്മൾ എടുത്താൽ, ആ ഒരു സിമ്പിൾ എടുത്താൽ ഒരു സംശയവും വേണ്ട. അലകും മാറില്ല, പിടിയും മാറില്ല, ഗോവിന്ദനും മാറില്ല, പിണറായി മാറില്ല. സ്വരാജിനെ ഇപ്പുറത്ത് അങ്ങോട്ട് മാറ്റിയെടുക്കും, ദേശാഭിമാനിയുടെ ചുമതല ഇയാളെ അങ്ങോട്ട് മാറ്റും. ഇതൊന്നും ജനങ്ങൾക്ക് വിഷയമുള്ള കാര്യമില്ല. ജനങ്ങൾ ഇവരെ എതിർത്ത് വോട്ട് ചെയ്തതിന്റെ കാരണങ്ങൾ തിരുത്തി എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുമ്പോട്ട് പോകാനാവില്ല. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രത്തിൽ സമയബന്ധിതമായ ഒരു തിരുത്തൽ അവർ വരുത്തിയിട്ടില്ല. ലോകത്ത് മാത്രമല്ല, ലോകത്ത് വരുത്തിയില്ല. തെറ്റുണ്ടെന്ന് കണ്ടെത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാണ്ടോ? അവർ തമിഴ്നാടിയും പ്രശ്നമായിട്ട് അടിയില്ലാണ്ടോ? ഇവിടെ അത് തന്നെ സംഭവിക്കാൻ പോകണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാവാനുള്ള വഴിയിലേക്കാണ് പിണറായി വിജയൻ അവിടെ തന്നെ ഇരിക്കുമെന്ന് പറയുന്നത് സാധ്യത.